ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ഒറ്റ റിക്വസ്റ്റ് മാത്രം നിങ്ങൾക്ക് നമ്മുടെ പരിപാടി അവസാനിക്കും. അതുവരെ എല്ലാവരും ഈ പരിപാടി സജീവമായി അതിന് വേണ്ടിയിട്ടുള്ള വിവാദിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ആ മുഖത്തിൽ പലപ്പോഴുകൂടെയാണ് നമ്മുടെ ഇത് പരിപാടി തുടങ്ങുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് ഒരു ആത്മീയ ക്ലാസ്സിനാണ് ഇതിലൂടെ തുടക്കം കുറിക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത പലരും നമ്മുടെ മുന്നിൽ വളരെ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയാം അവരിവിടെ എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളാണ് അവരിലേക്ക് ഈ സന്ദേശം കൈമാറുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പല തിരക്കിലായിരിക്കും. പക്ഷെ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? കറക്റ്റ് സമയത്തിന് കൂടെ എത്താൻ കഴിയില്ല. അതിന് അന്നാലും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ മനസ്സിലെന്താണ് വീട്ടിൽ ഞാൻ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലേ? പത്താം ക്ലാസ് കഴിഞ്ഞാല് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടുന്നത്, പിന്നെന്താണ് അതിന് ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ് എന്തൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്താ ഡോക്ടർ, എഞ്ചിനീയർ, ബിസിനസ് മാൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടില്ല അല്ലേ? അപ്പോ നമുക്ക് ലക്ഷ്യമുണ്ടില്ല എന്ത്? നമ്മുടെ ജീവിതത്തിന്റെ ഉപാധിയാണ് എന്ത്? പഠനത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി കിട്ടും. യഥാർത്ഥത്തിലില്ലേ നമ്മളൊക്കെ മെയിൻ ലക്ഷ്യം നിങ്ങൾ വിജറ മാസമാണ് മാസം അല്ലേ? നമ്മുടെ ഇംഗ്ലീഷ് മാസത്തെ ജനുവരി മുതലാണ് കൊല്ലം തുടങ്ങുന്നത്. അറബിയിൽ ഏത് മുതലാണ്? മുഹറം മുതൽ അങ്ങനെ 12 മാസമാണ് കുട്ടികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫോൺ ഉപയോഗിക്കാൻ ഒരു ഫോണ് ഐഫോൺ കിട്ടിയിട്ട് അതിന് അപ്ഡേഷൻ വരുമ്പോൾ അത് ഒഴിവാക്കുക, പുതിയ ഫോൺ അങ്ങനെ ചെയ്യലല്ല. കാരണം ഒരു പെൻഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയ അവസാനം വരെ അത് ഉപയോഗിച്ചിട്ട് ഇനി നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അതാണ് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക്